ഗായ്സ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ കണ്ട പടം അഷ്കർ സൗദാൻ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദ കേസ് ഡയറിയാണ്. ദ കേസ് ഡയറി എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ മമ്മൂക്കയൊക്കെ ആയിരുന്നു നായകൻ. ഇതിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് മമ്മൂട്ടി ലൈറ്റ്, അതായത് മമ്മൂക്കയുടെ സൗദാന്റെ മകനായിട്ടുള്ള അഷ്കർ സൗദാനാണ് ഇതിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന് സത്യം പറയാൻ ഇത്രയും റിസംബ്ലൻസ് മമ്മൂക്കയായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനകത്ത് ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആ പോലീസ് ലുക്കിൽ വരുമ്പോഴത്തേക്കും മമ്മൂട്ടി തന്നെ പല ആംഗിളിൽ നോക്കുമ്പോഴും ഈ നടൻ ആക്ച്വലി ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഒതുക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ പോലെ തന്നെ ഇരിക്കും ഏകദേശമൊക്കെ. ഫുൾ അങ്ങനെയല്ല, എന്നാലും പല ആംഗിളിൽ നിന്ന് നമുക്ക് എസ്പെഷ്യലി ആ കട്ടി മീശയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും മമ്മൂട്ടി തന്നെ തോന്നിപ്പോകും. ഇദ്ദേഹത്തിൻ്റെ DNA എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിരുന്നു. അത് വലിയ എനിക്ക് രസമായിട്ട് തോന്നിയില്ല. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇത് കുറേ കാലം മുമ്പ് എടുത്തൊരു സിനിമയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ആ ഒരു സമയത്തെ കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് ആണ്. അതായത് ഒരു 2019-20 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് മേക്കിങ്ങും അന്നത്തെ നടന്മാരൊക്കെ അന്ന് മേജറായിട്ട് നിന്നിരുന്ന നടന്മാരൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബാലയൊക്കെ ഇതിലൊരു വലിയൊരു റോള് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ബാല ഇപ്പോഴത്തെ രൂപമല്ല, അന്നത്തെ രൂപത്തിൽ, അതായത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടെ താടിയൊക്കെ എന്ന് വെച്ചാൽ ഒന്നുകൂടെ സെറ്റായിട്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സെറ്റപ്പിൽ എടുത്തിരുന്ന ഒരു സിനിമയാണ്. സോ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിയേനെ. ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു തിയേറ്റർ. ടിക്കറ്റ് വലിയതായിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് വനിതാ വിനീത ആയതുകൊണ്ടാണ് ഹൗസ്ഫുൾ ഷോസ്. ബാക്കി തിയേറ്റേഴ്സിലൊന്നും അങ്ങനെ ഹൗസ്ഫുൾ ഷോസ് ഇല്ല. ഷോസിൻ്റെ എണ്ണവും കുറവാണ്. സോ എനിവേസ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് നേരെ സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു എന്താ പറയുക, ദത്തുപുത്രനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ നായകനായിട്ടുള്ള അഷ്കർ സൗദാൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട്, അതായത് വളർത്തച്ഛനായിട്ട് നമ്മുടെ വിജയരാഘവനും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോംബോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് നാൾ മുമ്പത്തെ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് അന്നത്തെ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലും സോങ് ആണെങ്കിലും ഒക്കെ അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ് ഒക്കെയാണ്. നായിക ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വേറെ ഭാഷക്കാരിയാണെന്ന് തോന്നുന്നു. അവർ ഡബ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനും പിന്നെ ഇയാൾ മുമ്പ് എന്തായിരുന്നു, ഇയാളുടെ ഇതിനകത്ത് രാഹുൽ മാധവ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രാഹുൽ മാധവും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയായിരുന്നു, പിന്നീട് ഇദ്ദേഹം ഒരു പോലീസുകാരനായതിനു ശേഷം എങ്ങനെയായിട്ട് മാറി, ആ പോലീസുകാരൻ ഒരു പർട്ടിക്കുലർ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അത് വേറൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട് മാറുന്നു. അതായത് ഒരു സാധാരണ ഒരു കേസിൽ നിന്ന് അന്വേഷിച്ച് പോയി അത് മറ്റ് വലിയൊരു കേസിലേക്ക് എത്തുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ട്വിസ്റ്റും ടേണും ഒക്കെയാണ് ഇതിൻ്റെ കഥ. അത്യാവശ്യം നല്ല രീതിയിൽ ഈ നടൻ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ അഷ്കർ സൗദാൻ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അദ്ദേഹത്തിന് ഇത്രയും നല്ല ഒരു അഭിനയ ഒരു ഇത് വരുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ദിലീപ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പേ സിനിമകൾ എടുത്തിട്ടുള്ളതാണ്. മച്ചാന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിനിമകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത് നമ്മുടെ ഈ ഒരു കേസ് ഡയറിയാണ്. ഈ കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ത്രില്ലർ ജേണറിൽ വന്നിട്ടുള്ള സിനിമയാണ്. ഫുള്ള് ആ ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ മൂഡിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് അനാവശ്യമായിട്ട് കുറച്ച് കോമഡികൾ കുത്തിക്കയറ്റാനായിട്ട് ബിജു കുട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലയുണ്ട്. പിന്നെ നമ്മുടെ അടിച്ചക്കാരി റിയാസ് ഖാൻ അദ്ദേഹമുണ്ട്. ഇതിനകത്തും അദ്ദേഹം ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു സിനിമ എടുത്തു പറയാനാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തിയേറ്ററുകളിൽ ആളെ കൂട്ടാൻ പറ്റുമായിരുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിനെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമ മേക്കിങ്ങിനെ ഒന്നും മീറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒന്നും മാച്ച് ചെയ്യാത്ത ലെവൽ ഓഫ് ഒരു സിനിമയാണ്. വളരെ ഒരു ബിലോ പാർ നിൽക്കുന്നത്, അതായത് നമുക്കൊരു ബിലോ ആവറേജ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ഒരു വിധം കുഴപ്പമില്ലെന്നേ പറയാവൂ. ഇതിലെ സോങ്സ് ഒക്കെ ഒരു പഴയ സ്റ്റൈല് സോങ്ങുകളാണ്, കുറച്ച് നാടൻ പാട്ടൊക്കെ പോലെ അതിനകത്ത് പുള്ളി വന്നിട്ട് അഭിനയിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ്. ഈ നടൻ്റെ ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ ഒരു ഛായ ഉള്ളത് കൊണ്ട് തന്നെ പല ആംഗിളിൽ നിന്നും ഇദ്ദേഹത്തിന് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം സിനിമകളിൽ ലീഡ് റോൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇദ്ദേഹത്തിന് സാധാരണ നോർമലായിട്ട് വരുന്ന സിനിമകളിലൊക്കെ സൈഡ് റോൾ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ, തെറ്റില്ലാത്ത രീതിയിൽ അഭിനയിക്കാനും കഴിവുള്ള ഒരു ആക്ടറാണ് അഷ്കർ സൗദാൻ. പക്ഷേ അദ്ദേഹം ലീഡ് റോൾസ് ആണ് ചെയ്തു പോകുന്നത്. നമ്മുടെ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ചാനലിൽ ട്രോളായിട്ട് വന്നിട്ടുള്ള സിനിമകളാണെങ്കിലും എല്ലാം അതിലൊക്കെ ഇദ്ദേഹത്തെ കാണിക്കുമ്പോഴൊക്കെ ലീഡ് റോള് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ അതേസമയം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ടറാണ്. പക്ഷേ ഒരിക്കലും ഒരു സിനിമയെ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ മാത്രമുള്ളൊരു ഇതില്ല. അതുകൊണ്ടാണ് ഈ സിനിമയാണെങ്കിലും കാണുമ്പോഴത്തേക്കും ഇതിലിപ്പോൾ ഭയങ്കര രീതിയിൽ ഫൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് രാഹുൽ മാധവനും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈറ്റും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ അഷ്കർ സൗദിനൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പോലീസുകാരനായിട്ട് വന്ന് മാസ് ഡയലോഗ്സ് പറയുമ്പോഴും നമുക്കങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നുന്നില്ല. എന്തോ ഒരു നടൻ വന്ന് അഭിനയിച്ചിട്ട് പോകുന്നു എന്നല്ലാതെ ഒരു ഇമ്പാക്റ്റ് തോന്നുന്നില്ല. ഒരു പക്ഷേ വേറൊരു നല്ലൊരു കുറച്ചുകൂടെ ഒരു ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഓഡിയൻസിലേക്ക് എത്തിയേൻ. ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പല സീനുകളും ഷോർട്ട് ഫിലിം ലെവലായിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഞാനിതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ അറിയാൻ പറ്റും നമുക്ക് ആ ഷോർട്ട് ഫിലിം എടുത്തേക്കുന്ന രീതി പോലെ ചിലതൊക്കെ സീരിയൽ രംഗങ്ങൾ പോലെയും അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കളർ ഗ്രേഡിങ് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു ബ്ലൂയിഷ് ടച്ചൊക്കെ കൊടുത്ത് പരിപാടികൾ ക്രൈമൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ കൊടുത്ത് ഇത് അങ്ങനെയല്ല. വളരെ സീരിയലിൻ്റെയൊക്കെ പോലെ സാധാരണ കുറേ വൈബ്രൻസ് ഒക്കെ അങ്ങ് കൂട്ടി കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടി സാച്ചുറേഷൻ ബൂസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ഇത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരു ഇതായിട്ട് തോന്നി. കഥ നല്ലൊരു കഥയാണ്, തെറ്റില്ലാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയാണ്. സന്തോഷാണ് ഇതിൻ്റെ റൈറ്റർ. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് നല്ല രീതിയിൽ വന്നിട്ടില്ല. ഒരു പോലീസുകാരൻ ദത്തെടുക്കുന്ന മറ്റൊരാൾ മകൻ പോലീസുകാരനാവുന്നതും പിന്നീട് അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു നല്ലൊരു സ്റ്റോറിയാണ്. അതും ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അത് പിന്നീട് വലിയൊരു കേസിലേക്ക് എത്തുന്നതും അത് കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ ട്വിസ്റ്റിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല, അത് സ്പോയിൽ ചെയ്ത് കളയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു പഴയകാല ചിത്രമാണ്. അത് ഇപ്പോഴാണ് റിലീസ് ചെയ്തതെന്നേ ഉള്ളൂ. ബിജുക്കുട്ടനാണെങ്കിലും ഒക്കെ പഴയ ലുക്കാണ്, ഇപ്പോഴത്തെ ഒരു ലുക്കൊന്നും അല്ല. ബാലയാണെങ്കിലും പഴയ ലുക്കാണ്. അപ്പം മൊത്തത്തിൽ അങ്ങനത്തെ ഒരു കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആളുകളെ കൂട്ടായിരുന്നൊരു ചിത്രം. അതങ്ങനെ അങ്ങ് പോയി. ഇതുപോലെ ഈ ഇടയ്ക്ക് ഒരിടത്തൊരു കള്ളൻ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് റിവ്യൂ ചെയ്തിരുന്നു, ശ്രീനാഥ് പാസിയും പ്രതാപ് പോത്തനും ഒന്നിച്ച്. അപ്പോൾ ആ ഒരു സിനിമ പോലെ ഇതും കാലം കഴിഞ്ഞ് മുമ്പ് ഇറങ്ങേണ്ടിരുന്ന സിനിമ പിന്നീട് കുറേ നാൾ കഴിഞ്ഞിറങ്ങിയോണ്ടുള്ള ഒരുപാട് പോരായ്മകളുള്ള മ്യൂസിക്കിലാണെങ്കിലും മേക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും അഭിനയങ്ങളിലാണെങ്കിലും എല്ലാം മോശമായിട്ട് പല കാര്യങ്ങളും ഉള്ള എന്നാൽ നല്ല ഒരു കഥയുള്ളൊരു സിനിമയാണ്. ഇത് ഒരു ബിലോ ആവറേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 out of 5 ആണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ്. 5-ൽ 2 ആണ് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ്. ഇതിൽ ഏറ്റവും നല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്ന രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാലയുടേതായ കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്ന ഒരു പൗരുഷം അല്ലെങ്കിൽ ആ ഒരു പുതിയ മുഖം കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ബാലയുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ ഒരു ക്രൗര്യവും ഒരു പവർ തോന്നിക്കുന്ന ഒരു ആ ഒരു ബാലേനെയൊക്കെ പിന്നെയും സ്ക്രീനിൽ കാണാൻ പറ്റി. മമ്മൂട്ടി ലൈറ്റിനെ സ്ക്രീനിൽ കാണാൻ പറ്റി. അങ്ങനെ മൊത്തത്തിൽ അത്തരത്തിലൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ് നമ്മുടെ ഈ ഒരു കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമ. സോ ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നിയത്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, അത് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.